ലോകമെങ്ങുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ ഏറെ സ്നേഹത്തോടെ ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും ഭവനങ്ങളിലും കൂട്ടായ്മകളിലുമായിരിക്കുന്ന ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയുടെ ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ, ഞങ്ങളെ ഒന്നു ചേർന്ന് ഒരേ മനസ്സോടെ ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെ ഞങ്ങളെയും ജീവിതത്തിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടൊന്നായിരിക്കാൻ, അങ്ങയിൽ നിന്നും ചലിക്കാനും ചരിക്കാനുമുള്ള ശക്തിക്കായിട്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ, ശരീരത്തെ ഈശോ ഒരുക്കണമേ. നിന്റെ വചനത്തോട് അനുരൂപരായി ജീവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും ജീവിതങ്ങൾക്കും ശക്തി പകരണമേ. വചനത്തിനും വചന വഴികൾക്കും വശംവദരായ പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, പുണ്യവാന്മാരെ, പുണ്യവതികളെ, ഞങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ സന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, ഒരു യുവാവ് പൂക്കടയിൽ ചെന്ന് ഒരു മനോഹരമായ പൂച്ചെണ്ട് വാങ്ങി 100 കിലോമീറ്റർ അകലേക്ക് എത്തിക്കാനായിട്ട് ഓർഡർ കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് അടുത്തൊരു ബാലൻ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഓർഡർ കൊടുത്ത ഉടൻ തന്നെ അവൻ കടയുടമയോട് അടുത്ത സ്റ്റാൻഡിൽ കിടന്ന മഞ്ഞപ്പൂമാലയുടെ വില ചോദിച്ചു. അദ്ദേഹം അവന് വില പറഞ്ഞു. അവൻ ചുരുട്ടിപ്പിടിച്ചിരുന്ന കൈ തുറന്ന ശേഷം അതിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകൾ ഓരോന്നായി എണ്ണാൻ തുടങ്ങി. എണ്ണി അവസാനിക്കുമ്പോഴും എന്നും എത്തിയില്ല. മഞ്ഞപ്പൂമാലയ്ക്ക് പറഞ്ഞ വിലയോളം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകൾ എത്തുന്നില്ലായിരുന്നു. അതോടുകൂടി എണ്ണിത്തീർന്നതോടുകൂടി അവൻ്റെ മുഖഭാവം മാറി. അസ്വസ്ഥനായി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കടയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച മുമ്പ് കണ്ട യുവാവ് അവൻ്റെ പക്കൽ ചെന്ന് ഇടപെട്ടു. മോനെ, എന്തു പറ്റി? അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉള്ള കാര്യം അവൻ തുറന്നു പറഞ്ഞു. എൻ്റെ അമ്മയുടെ ജന്മദിനമാണിന്ന്. അമ്മയ്ക്ക് മഞ്ഞ പൂമാലയാണ് ഇഷ്ടം. പക്ഷെ അത് വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. ഉള്ള കാര്യം അവൻ തുറന്നു പറഞ്ഞതിൽ സംതൃപ്തനും സന്തോഷവാനുമായ യുവാവ് അവനൊരു ഉറപ്പ് കൊടുത്തു. മോനെ, മോൻ്റെ കയ്യിലിരിക്കുന്ന നാണയത്തൊട്ടുകൾ അവിടെ ഇരുന്നു കൊള്ളട്ടെ. ഞാൻ പണം മുടക്കി മോന് ആവശ്യമുള്ള, അമ്മയ്ക്കിഷ്ടമുള്ള മഞ്ഞപ്പൂമാല വാങ്ങിത്തരാം. മാത്രമല്ല, മഞ്ഞപ്പൂമാല വാങ്ങി അവനെ അവൻ്റെ സ്ഥലത്തെത്തിക്കാൻ, അമ്മയുടെ അടുത്ത് എത്തിക്കാൻ പോലും ഉള്ള വാക്ക് ആ യുവാവ് അവന് കൊടുത്തു. അവൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട ഈ യുവാവിന് അവനോട് തോന്നിയത് സഹാനുഭൂതിയായിരുന്നു. കരുണ, അനുകമ്പ, എമ്പതി. ഏതായാലും അവന് സന്തോഷമായി. വിചാരിക്കാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിൽ ഉള്ള സംതൃപ്തിയോടെ അവൻ ഈ മഞ്ഞപ്പൂമാലയും കടയുടമയിൽ നിന്നും വാങ്ങി യുവാവിനോടൊപ്പം പുറപ്പെട്ടു. അദ്ദേഹം തൻ്റെ വാഹനത്തിൽ ഇവനെ കയറ്റി മുന്നോട്ട് പോവുകയാണ്. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ ഇറങ്ങിക്കൊള്ളാം. അദ്ദേഹം വിചാരിച്ചു അവൻ്റെ ഭവനം ഇവിടെയാണ് എന്ന്. വാഹനം നിർത്തി, ഡോർ തുറന്നു, അവൻ ഇറങ്ങി, ബാലൻ ഇറങ്ങി. അവൻ മഞ്ഞപ്പൂമാലയുമായിട്ട് നേരെ പോയത് സിമിത്തേരിയിലേക്കാണ്. ഇത് കണ്ടുകൊണ്ട് വാഹനത്തിലിരുന്ന യുവാവ് വാഹനം നേരെ തിരിച്ചു. വാഹനം നേരെ തിരിച്ച് മുമ്പ് പൂച്ചെണ്ട് ഓർഡർ ചെയ്ത കടയിലേക്ക് പോയി.
അവിടെ ചെന്ന ശേഷം ഓർഡർ ചെയ്ത പൂച്ചെണ്ട് കയ്യിൽ ഏറ്റുവാങ്ങി. അതിനുശേഷം നേരെ 100 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ അമ്മയുടെ ജന്മദിനത്തിൽ വിഷ് ചെയ്യാൻ വേണ്ടി, അയച്ചു കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത ആ പൂച്ചെണ്ട് നേരെ അമ്മയുടെ കൈകൾ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ജന്മദിനം വിഷ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പങ്കുവച്ച് വന്നത്, ആ ബാലൻ അമ്മയുടെ ജന്മദിനത്തിൽ, അമ്മ മരിച്ചു പോയതാണ് എങ്കിലും വാർഷികത്തിനല്ല, അമ്മയുടെ ജന്മദിനത്തിൽ അമ്മയുടെ കല്ലറയിൽ വെക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു ആ പൂ. കാരണം ആ പൂമാല, കാരണം അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ളത് മഞ്ഞപ്പൂമാലയായിരുന്നു എന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് ജന്മദിനത്തിൽ സ്ഥിരം ഒരുപക്ഷെ കൊടുത്തുകൊണ്ടിരുന്നുകൊണ്ടായിരിക്കാം ഈ അമ്മയോട് ഈ ബാലൻ കാണിച്ച സഹാനുഭൂതി, അത് ഈ യുവാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരികൊളുത്തുകയല്ല, യഥാർത്ഥത്തിൽ തീ കത്തിക്കുക തന്നെയാണ് ചെയ്തത്. അത് അവൻ്റെ ജീവിതത്തെ അടിമുറി മാറ്റി. അതുകൊണ്ട് 100 കിലോമീറ്റർ ദൂരേക്ക് എത്തിക്കാനായി ഓർഡർ ചെയ്ത പൂച്ചെണ്ട് അദ്ദേഹം തന്നെ കൊണ്ടുപോയി അമ്മയ്ക്ക് നേരിട്ട് കയ്യിൽ കൊടുക്കാനായിട്ടിടയായി. ഒരു ഉദാഹരണം, ഒരു ജീവിതം, ഒരു ബാല്യം ഈ യുവാവിൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് മുന്നിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുരുന്നിനുണ്ടായ, മരിച്ചുപോയ അമ്മയോട് കുരുന്നിനുണ്ടായ അനുകമ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവർ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണും, പുതിയ നിയമത്തിൽ ഈശോ പിതാവിൻ്റെ സന്നിധിയിലായിരുന്ന പുത്രൻ ഭൂമിയിൽ അവതരിച്ച് ഗലീലിലുടനീളം ചുറ്റി സഞ്ചരിച്ച് അവൻ കാണിച്ചത് മുഴുവൻ ഈ സഹാനുഭൂതിയായിരുന്നു, ഈ അനുകമ്പയായിരുന്നു. ആ ബാലൻ അന്ന് ആ യുവാവിന് കാണിച്ചു കൊടുത്ത മാതൃക പോലെ സഹാനുഭൂതി, അനുകമ്പ, ആർദ്രത, കരുണ, ഇത് ജീവിച്ച് കാണിച്ച ഉദാഹരണമാണ് പ്രിയമുള്ളവരെ നമ്മുടെ സ്വന്തം ഈശോ. നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്ന ഈശോ ഈ കരുണയുടെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ ഉദാത്ത മാതൃകയാണ്. ഇത്രയും വലിയ മാതൃക ലോക ചരിത്രത്തിൽ മറ്റാരും കാണിച്ചു തന്നിട്ടില്ല. പിതാവായ ദൈവം മുമ്പ് പഴയ നിയമ ജനതയ്ക്ക് ഇത് അവരുടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ കാനാൻ നാട്ടിലേക്കുള്ള യാത്രാമധ്യേ കാണിച്ചത് മുഴുവൻ ഇതുതന്നെയാണ്. തെറ്റ് ചെയ്തവരോട്, തന്നെ എതിർത്തവരോട്, തനിക്കെതിരെ മുറവിളി കൂട്ടിയവരോട്, എത്ര സഹായിച്ചിട്ടും സ്നേഹിച്ചിട്ടും ചേർത്ത് നിർത്തിയിട്ടും അകന്നു പോയവരോട് കാണിച്ച സഹാനുഭൂതി, പിതാവ് അന്ന് പഴയ നിയമ ജനതയോട് കാണിച്ച അതേ സഹാനുഭൂതി പിതാവിൻ്റെ പക്കലായിരുന്ന പുത്രൻ പുതിയ നിയമത്തിൽ തൻ്റെ പുത്രർക്കും കാണിച്ചു കൊടുത്തതാണ് 3 വർഷത്തെ പരസ്യ ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം പങ്കുവയ്ക്കുന്നത്. നമുക്ക് നന്ദിയോടെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഏറ്റെടുക്കാനായിട്ട് പറ്റേണ്ട ഒരു ഗുണവിശേഷമാണ് ഈ സഹാനുഭൂതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആർക്കും ആരോടും എപ്പോഴും ആരുടെയും കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ടാവില്ല. പക്ഷേ എത്ര തിരക്കിനിടയിലും കൂടെയുണ്ടാവേണ്ട ആളുകളും കൂട്ടിനുണ്ടാവേണ്ട ആളുകളുമുണ്ട്. അവിടെയും ഈ സഹാനുഭൂതി എന്ന പുണ്യം അതൊരു ക്വാളിറ്റിയാണ്. അത് ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് പരിശീലിച്ചെടുക്കേണ്ടതാണ്. ബാല്യം മുതലേ മക്കളെ അതൊക്കെ പഠിപ്പിച്ച് വളർത്തേണ്ടത് മാതാപിതാക്കളുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ഭക്ഷണവും വസ്ത്രവും കൊടുത്ത് വളർത്തുക എന്നതിനേക്കാൾ ഉപരി ഈ സഹാനുഭൂതിയിൽ വളരാനായിട്ട് മക്കളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കർത്തവ്യങ്ങളിൽ ഒന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ പിതാവും പുതിയ നിയമത്തിൽ പുത്രനും നമുക്കിതിൻ്റെ ഉദാത്ത മാതൃകളായിട്ട് അവതരിച്ച് നിൽക്കുക. എന്നിട്ടും പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് ഈ സഹാനുഭൂതിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, ആ രീതിയിൽ വളർത്താറുണ്ട്, അങ്ങനെയൊന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതായുണ്ട് എന്ന് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, സമയമുള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സമയമുണ്ടാവില്ല. സമയമുള്ളപ്പോൾ മാത്രം സഹാനുഭൂതി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സമയമുണ്ടാവില്ല ജന്മത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സ്നേഹിക്കുന്നവരുടെ മുൻഗണനയേക്കാൾ സ്നേഹിക്കപ്പെടുന്നവരുടെ ഇഷ്ടങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. സ്നേഹിക്കുന്നവരുടെ മുൻഗണനയേക്കാൾ സ്നേഹിക്കപ്പെടേണ്ടവരുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് നൽകിയതാണ് പിതാവായ ദൈവവും പുത്രനായ ഈശോയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുക. സ്നേഹിക്കുന്നവരുടെ മുൻഗണനയേക്കാൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ
എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മുൻഗണന, ഞാൻ കൊടുക്കുന്ന മുൻഗണനയേക്കാൾ സ്നേഹിക്കപ്പെടേണ്ടവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ കാണും, ഈശോ സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ ഇടപെട്ടത് അവന് വേണ്ടിയിട്ടല്ല, ഈശോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല സമറിയാക്കാരുടെ ജീവിതത്തിൽ അവൻ ഇടപെട്ടത്, അത് അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു. നായിനിലെ വിധവയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് അവന് വേണ്ടിയിട്ടായിരുന്നില്ല, അത് അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു, അവളുടെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു, മകന് വേണ്ടിയിട്ടായിരുന്നു. ജായിറോസിൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടത് ഈശോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് അവനും അവൻ്റെ മകൾക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടിയിട്ടായിരുന്നു. പ്രിയമുള്ളവരെ, സക്കേവൂസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് ഈശോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, പിതാവിന് വേണ്ടിയിട്ടുമായിരുന്നില്ല, അത് സക്കേവൂസിന് വേണ്ടിയിട്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയായ സ്ത്രീ, അവളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് ഇങ്ങനെയാണ്. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവളോട് അവസാനം പറഞ്ഞു. അങ്ങനെ അവളുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കി വിട്ടത് അവന് വേണ്ടിയിട്ടായിരുന്നില്ല, അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒപ്പം ചുറ്റും നിൽക്കുന്നവർക്ക് സാക്ഷ്യത്തിന് വേണ്ടി കൂടിയായിരുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയും, അവർക്ക് വ്യക്തിപരമായിട്ടും, അതുപോലെ ചുറ്റും നിന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് മാതൃക നൽകുന്നതിനും വേണ്ടി കൂടിയായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന സഹാനുഭൂതിയുടെ ഉദാത്ത മാതൃകയാണ് കർത്താവായ ഈശോ. രക്തബന്ധത്തിൻ്റെ പേരിൽ ബന്ധം എപ്പോഴും ഊഷ്മളമാകണമെന്ന് നിർബന്ധമില്ല. രക്തബന്ധത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറിച്ച് സ്നേഹത്തിൻ്റെ എണ്ണ എത്രമാത്രം ഉണ്ട് എന്നതാണ് അതിൻ്റെ തോത്. സ്നേഹമുള്ളിടത്തെ ത്യാഗമുള്ളൂ, ത്യാഗമുള്ളിടത്തെ സഹനമുള്ളൂ, സ്നേഹവും ത്യാഗവും സഹനവും ഉള്ളിടത്തെ സഹാനുഭൂതി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ മറന്നുപോകാതെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട, ഹൃദയഫലങ്ങളിൽ കോറിയിടേണ്ട ഒരു കാര്യമാണിത്. സ്നേഹമുള്ളിടത്തെ ത്യാഗമുള്ളൂ, ത്യാഗമുള്ളിടത്തെ സഹനമുള്ളൂ, സ്നേഹവും ത്യാഗമുള്ളിടത്തെ സഹനവും ഉള്ളൂ. ഈ സ്നേഹവും ത്യാഗവും സഹനവും ഉള്ളിടത്തെ സഹാനുഭൂതി വളരുകയുള്ളൂ, സഹാനുഭൂതി വർദ്ധിക്കുകയുള്ളൂ, സഹാനുഭൂതി ജീവിക്കാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മറന്നു പോകാതെയും മാറ്റിവെക്കാതെയും മറയ്ക്കാതെയും നമ്മുടെ വരും തലമുറയെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു മേഖലയാണ്, ഈ ഒരു ക്വാളിറ്റിയാണ്, ഗുണമാണ്, ഗുണവിശേഷണമാണ് സഹാനുഭൂതി എന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ യഥാർത്ഥ സ്നേഹം മരിച്ചും പോയേക്കുവാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പല കുടുംബങ്ങളിലും, പല സമൂഹങ്ങളിലും, പല ഇടവുകളിലും പോലും യഥാർത്ഥ സ്നേഹം മരവിച്ചും പോയിരിക്കുകയാണെന്ന ഒരു സന്ദർഭമാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. കാരണമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത്. ഞാനും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്കുക, തിരിഞ്ഞു നിന്ന് ചിന്തിക്കുക, ധ്യാനിക്കുക, ഓർമ്മിക്കുക. എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ. എൻ്റെ കാര്യം പ്രിയപ്പെട്ടവരാകാം, ഉപകാരികളാകാം, സ്നേഹിതരാകാം, സഹായിക്കുന്നവരാകാം, അപ്പനാകാം, അമ്മയാകാം, മക്കളാകാം, പങ്കാളിയാകാം, സഹോദരങ്ങളാകാം. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത്, അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇരുന്ന് ചിന്തിക്കേണ്ട, ഇരുന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. എനിക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ലെങ്കിൽ, എനിക്കതുകൊണ്ട് എൻ്റെ കാര്യം സാധിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എത്ര പേരെ സ്നേഹിക്കും? ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കോ, പങ്കാളിക്കോ, മാതാപിതാക്കൾക്കോ, മക്കൾക്കോ, ബന്ധുക്കൾക്കോ, സ്നേഹിതർക്കോ ഒരു വേദനയുണ്ടായാൽ അത് എന്നിലേക്ക് പകരപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് സഹാനുഭൂതി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ സഹാനുഭൂതി ഉള്ള മകനാണ്, വ്യക്തിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവരിലെ വേദന എന്നിലേക്ക് ഇനി പകരപ്പെടുന്നില്ല എങ്കിൽ ഈ സഹാനുഭൂതി എന്ന പുണ്യം, ഗുണവിശേഷം എന്നിൽ ലെവലേശം തൊട്ട് തേച്ചിട്ടില്ല എന്നും ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെയും. അതുകൊണ്ട് കണ്ടറിഞ്ഞ് സഹായിക്കാനായിട്ടുള്ള സഹാനുഭൂതി എന്നിലുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. കണ്ടറിഞ്ഞ് ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ അവസ്ഥ കണ്ടറിഞ്ഞ് സഹായിക്കാനായിട്ടുള്ള സഹാനുഭൂതി എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഷുഗർ ചെക്ക് ചെയ്യാറില്ലേ? പ്രഷർ ചെക്ക് ചെയ്യാറില്ലേ?
കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറില്ലേ? ഇതുപോലെ ചെക്ക് ചെയ്യേണ്ട ഒരു ഗുണവിശേഷമാണ്, ജീവിതത്തിലെ ഒരു ഗുണവിശേഷമാണ് സഹാനുഭൂതി എന്നുള്ളത്. അത് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ, മാസത്തിൽ ഒന്നെങ്കിലും ഈ ഒരു മാസത്തിൽ സഹാനുഭൂതി എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വളർത്താനായിട്ട് എനിക്ക് സാധിച്ചു. പിതാവ് കാണിച്ചു തന്നത്, പുത്രൻ ജീവിച്ച് മാതൃക നൽകിയത് എനിക്ക് ജീവിതത്തിൽ അന്വർത്ഥമാക്കാനായോ? കാരണം ഈ പിതാവിനെയും പുത്രനെയുമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത്, സ്വീകരിക്കുന്നത്. എന്നിട്ട് അവരിൽ നിലനിന്നിരുന്ന ഗുണവിശേഷം എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് ഞാൻ സ്വീകരിച്ചത്? യഥാർത്ഥത്തിൽ ആ സഹാനുഭൂതി കാണിച്ച, ജീവിച്ച വ്യക്തിയാണോ ഞാൻ സ്വീകരിച്ചത് എന്ന് ഉള്ളത് ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെയും, പ്രിയപ്പെട്ടവർക്ക് ജോലി കിട്ടുന്നില്ല, അവരുടെ വേദന എനിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുമോ? ഉൾക്കൊള്ളാനായിട്ട് പറ്റുമോ? അവരുടെ നൊമ്പരത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റുമോ? ഇതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹാനുഭൂതി എന്ന പുണ്യത്തിൽ നമ്മൾ വളരണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സഹാനുഭൂതിക്കുള്ള ഒരു നിർവചനം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരാളുടെ വികാരങ്ങളും അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവിന് പറയുന്ന, ക്വാളിറ്റിക്ക് പറയുന്ന പേരാണ് സഹാനുഭൂതി. ഒരിക്കൽ കൂടി അത് അച്ഛൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരാളുടെ വികാരങ്ങളും അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവിന് പറയുന്ന പേരാണ് സഹാനുഭൂതി. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് ഇടുക: ടു പുട്ട് യുവേഴ്സെൽഫ് ഇൻ സമ്മൺ എൽസ് ഷൂസ്. മറ്റൊരാളുടെ ഷൂവിൽ ഞാൻ എൻ്റെ കാല് വെച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ബുദ്ധിമുട്ട് ആണോ അതിന് സുഖമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് സഹാനുഭൂതി. അവരുടെ വേദന എന്നിലേക്ക് പകരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അതെനിക്ക് പുണ്യമായിട്ട് മാറുകയുള്ളൂ. അവരുടെ വേദനയും നൊമ്പരവും ബുദ്ധിമുട്ടും ക്ലേശങ്ങളും എനിക്ക് എൻ്റെ രോമത്തിൽ പോലും തൊടുന്നില്ല എങ്കിൽ, എൻ്റെ തൊലിപ്പുറത്ത് പോലും തൊടുന്നില്ല എങ്കിൽ, എന്നെ അത് ഒട്ടും സ്വാധീനിക്കുന്നില്ല എങ്കിൽ, എന്നെ ഒന്ന് ചലിപ്പിക്കുന്നില്ല എങ്കിൽ, എന്നെ ഒന്ന് കുലുക്കുന്നില്ല എങ്കിൽ, സഹാനുഭൂതി എന്ന പുണ്യം എന്നിലില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, തോബിതിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണും. തോബിതിന് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്കറിയാം, അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. തോബിതിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് പിടികിട്ടും. അതിങ്ങനെയാണ്: പെന്തക്കോസ്ത് ആഘോഷത്തിൻ്റെ ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ, ആഘോഷത്തിൻ്റെ വേളയിൽ, ആഘോഷത്തിൻ്റെ മധ്യത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തോബിത് അറിയുകയാണ് തൻ്റെ ജനത്തിൽപ്പെട്ട ഒരുവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട ഒരു സന്ദർഭം. ഇത് അറിഞ്ഞ തോബിത് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം, ആഘോഷങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. തൻ്റെ ജനത്തിൽ ഒരു പ്രിയപ്പെട്ട മകന് കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടു. അത് അങ്ങോട്ടേക്ക് ഓടുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശേഷം ശുശ്രൂഷകളെല്ലാം തീർത്തതിന് ശേഷമാണ് ഈ തോബിത് വന്ന് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ശേഷം ഈ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയോ? വീട്ടിൽ പോലും വന്നില്ല. അദ്ദേഹം മാറി മറ്റൊരിടത്ത് പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇങ്ങനെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ കുരുവികൾ മുകളിൽ നിന്ന് കാഷ്ടിച്ചു. കുരുവികളുടെ കാഷ്ടം വീണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ഇങ്ങനെ അച്ഛൻ പങ്കുവെച്ച് വന്നത് തോബിതിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. അതായത് തോബിതിന് കാഴ്ച നഷ്ടപ്പെട്ടു, അപ്പനായ തോബിതിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ തൻ്റെ ഭാര്യ യദ്ന, അതുപോലെ മരുമകൾ സാറ, ഇവർ ഒപ്പം ചേർന്നൊരു ബന്ധുവുണ്ട്, ഒരു ബന്ധു റഘുവേൽ. ഈ 3 പേരും ഇത് അറിഞ്ഞ, ഈ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലായിരുന്നു, പക്ഷെ അവർ തോബിതിന് കാഴ്ച നഷ്ടപ്പെട്ടു അറിഞ്ഞു അതുപോലെ നിലവിളിക്കുകയാണ്, കരയുവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നൊമ്പരം, വേദന അവരിലേക്ക് പകർന്നു. ഇതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു സഹാനുഭൂതി എന്ന ഗുണവിശേഷം നമ്മളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും 5 രാജാക്കന്മാരോട് യുദ്ധത്തിന് പോകുന്നുണ്ട്. സോദോം ഗൊമോറ ദേശത്തുള്ള ലോത്തിനെ അടക്കം വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുക, തോൽപ്പിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ വസ്തുക്കളും സമ്പത്തും എല്ലാം, ആടുമാടുകളും എല്ലാം ആയിട്ടാണ് അവർ ഈ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചിട്ട് പോകുന്ന വഴി ഇങ്ങനെ പോകുന്നു എന്നറിഞ്ഞ അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത്. അപ്പോൾ സഹോദരൻ്റെ പുത്രൻ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞ അബ്രാഹം ചെയ്തതെന്നറിയോ? തൻ്റെ ഭവനത്തിൽ പയറ്റി തെളിഞ്ഞൊരു 318
മിടുക്കന്മാരുണ്ട്. അവരെയും കൂട്ടിക്കൊണ്ട് ഈ അബ്രാഹം ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ലോത്തിനും അതിൻ്റെ കുടുംബത്തിനും വന്ന ഈ ബുദ്ധിമുട്ട്, ക്ലേശം, നൊമ്പരം, വേദന, അസ്വസ്ഥത യഥാർത്ഥത്തിൽ അബ്രാഹത്തിലേക്ക് പകർന്നു. അബ്രാഹത്തിലേക്ക് പകരപ്പെട്ട നൊമ്പരം അത് സഹാനുഭൂതിയായിട്ട് വർദ്ധിച്ചിങ്ങനെയാണ്. എന്നിട്ട് ഈ 318 പയറ്റിത്തെളിഞ്ഞവന്മാരെയുമായിട്ട് അബ്രാഹം പോവാണ്. എന്നിട്ട് പോയിട്ട് ലോത്തിനെയും അവൻ്റെ സമ്പത്തും സർവ്വകാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയതെല്ലാം പിടിച്ചുകൊണ്ട് പോയതെല്ലാം തിരികെ പിടിച്ചുകൊണ്ട് വരുവാണ്. ഇതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചായിരുന്നല്ലോ, സ്നേഹമുള്ളിടത്തെ ത്യാഗമുള്ളൂ, ത്യാഗമുള്ളിടത്തെ സഹനമുള്ളൂ, സഹനമുള്ളിടത്തെ സഹാനുഭൂതിയുള്ളൂ. എല്ലാം കണക്റ്റഡാണ്, ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ 4 വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്, 4 കാര്യങ്ങളാണ്, 4 ജീവിതം തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വലിയ ഗുണവിശേഷങ്ങളാണ്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ സഹാനുഭൂതി, അപരരുടെ വികാരങ്ങളും വേദനകളും ചിന്തകളുമൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കുന്നതിന് പറയുന്ന പേരും സഹാനുഭൂതി എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വീട് പണി പറ്റാത്ത നമ്മുടെ ബന്ധു, ജോലി കിട്ടാത്ത നമ്മുടെ ഒരു ബന്ധു, ജോലി ഉണ്ടെങ്കിലും ശമ്പളം ലഭിക്കാത്ത നമ്മുടെ ഒരു ബന്ധു, സ്വന്തം കുടുംബത്തിൽ തന്നെയാണെന്ന് വിചാരിച്ചു, അവരുടെ വേദന, അവരുടെ നൊമ്പരം, അവരുടെ അസ്വസ്ഥത. നമുക്കറിയാം, ഈ കാലയളവിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളമില്ലാതെ. വർഷങ്ങളായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒത്തിരി ടീച്ചേഴ്സിനെ അച്ഛനറിയാം പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബത്തിൻ്റെ കാര്യം നോക്കേണ്ടവരാണ്. പക്ഷേ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെയൊക്കെ നൊമ്പരം എനിക്കും ഒരു നൊമ്പരമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് അത് പകർത്താനായിട്ട് പറ്റുന്നില്ലെങ്കിൽ സഹാനുഭൂതി എന്ന ഗുണം എന്നിൽ ലവലേശം ഇല്ല എന്നുള്ളത് ഞാൻ ചിന്തിക്കണം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാതിരിക്കാനാവില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സഹാനുഭൂതി ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അല്പസമയം എടുക്കും അതിൻ്റെ അർത്ഥം ഒന്ന് എടുക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, അതിന് ഈശോയെ ധ്യാനിക്കണം, പിതാവിനെ ധ്യാനിക്കണം, പുത്രനായ ഈശോയെ ധ്യാനിക്കണം. കാരണം സഹാനുഭൂതിയുടെ അങ്ങേയറ്റത്തെ മാതൃകകൾ കാണിച്ചതെന്ന് ഇവരാണ്, പിതാവും പുത്രനുമാണ്. അപ്പോൾ അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാനായിട്ട്, ആഗ്രഹിക്കാനായിട്ട് പറ്റട്ടെ. അതുകൊണ്ടാണ് ഓരോ പ്രാർത്ഥിക്കുന്ന അവസരത്തിലും പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പിതാവ് നൽകിയത്, പുത്രനിലൂടെ ലഭ്യമായത് എന്നിലേക്ക് പകരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സഹാനുഭൂതിയിൽ വളരാൻ കർത്താവ് നമ്മളെ സമർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.